ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഒരല്പം വലിപ്പമുള്ള 2 തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു 25 സാധാരണ മുളക്, എരിവുള്ള മുളകാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി, കുറച്ച് വാളംപുളി, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കാം. നമ്മൾ അടുപ്പിൽ ഒരു ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറി മാറി ഇട്ട് കൊടുത്ത് ഒട്ടും കരിയാതെ തന്നെ നമുക്ക് നന്നായിട്ടിത് വറുത്തെടുക്കണം. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് വരാതെ നല്ലവണ്ണം വറുത്തെടുക്കണം. നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതൊരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഒരല്പം കൂടി മൂപ്പ് വേണം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ആറാൻ വയ്ക്കുക. ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിത് ഒറ്റത്തവണയായിട്ട് പറ്റാത്തത് കൊണ്ട് 2 തവണയായിട്ടാണ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഏകദേശം പപ്പാതി ഇട്ടിട്ട് നമുക്ക് ഓരോ പകുതിയിലും ആവശ്യത്തിന് കായപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് പുളിയും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു നുള്ളി ശർക്കര നമുക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ ചേർത്തിട്ടില്ല, കാരണം ഞാൻ നല്ല വിളഞ്ഞ മൂത്ത തേങ്ങയായിരുന്നു എടുത്തിരുന്നത്. ആ തേങ്ങയ്ക്ക് തന്നെ ചെറിയൊരു മധുരഛായ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ശർക്കര ചേർത്തിട്ടില്ല. ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കുന്നത് നമുക്ക് വളരെ നാൾ തന്നെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ തൈര് കൂട്ടി കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ ഇത് തന്നെ ധാരാളം. വളരെ ടേസ്റ്റിയാണ് ഇത് മാത്രം കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്